ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരിടം വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ ബോർഡ് കാണില്ലേ. അപ്പോൾ ഈ ബോർഡ് കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടാണ് പോണത് എന്ന്. അപ്പോൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ കുന്നത്ത് അമ്പലത്തേക്ക് വരാനുള്ള വഴിയാണ്. ഇവിടെ മെയിൻ റോഡിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ പോരുമ്പോൾ അതേപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഒരു ചടങ്ങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്രാവശ്യം നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ രാവിലെ നേരത്തെ ഇട്ടാൽ അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ ആന, താലപ്പൊലിപ്പറമ്പിലുള്ള ആനയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒറിജിനൽ ആന നിൽക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളത് അമ്പലത്തിൻ്റെ കവാടത്തിലേക്ക് കടന്നിട്ടുണ്ട് വഴിയിൽ കേട്ടോ. വഴിയിൽ ഇവിടെ ആരും ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പോകുമ്പോൾ അത് പാലൊക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയമായിട്ടുള്ളൂ. അപ്പം ഇന്ന് നേരത്തെ നമ്മൾ എണീറ്റ് പോന്നിട്ടുണ്ട്. അപ്പോൾ അത് പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ അത് കണ്ടില്ലേ, ഒരുപാട് വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ ഇതാ എല്ലാവരും വേഗം പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽ 2 ദിവസം മുന്നേ തൊട്ടൊരു ഇവിടെ ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ചടങ്ങ് എന്ന് പറഞ്ഞത്. ഞാൻ മഹാഗണപതി ഹോമവും ആനയൂട്ടുമാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും ഈ ആനയൂട്ടും ഒക്കെ നടത്തിക്കൊണ്ട് വരികയാണ്. 2ാമത്തെ ആനയൂട്ടാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളിതാ അമ്പലത്തിൽ കയറി വഴിപാട് കൊണ്ടിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അത് ഞാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വഴിപാടൊക്കെ എഴുതിയിട്ട് നമ്മളിതാ വേഗം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാവരും ആനേനെ കണ്ടങ്ങനെ നിൽക്കുകയാണല്ലേ. ആനേനെ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല, നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ എനിക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ. ആനയ്ക്ക് എപ്പോഴാണ് എന്താണെന്നും അറിയില്ലല്ലോ. ആനയ്ക്ക് എന്തേലും മതം ഇളകുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാണല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിത് അതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ആനയ്ക്ക് ഉരുള കൊടുക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആനയോട്ടുള്ള എല്ലാവർക്കും നമുക്ക് വേണമെങ്കിൽ പൂജയ്ക്കോ ഗണപതി ഹോമോ പിന്നെ ആനയൂട്ട് നടത്താനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം കൂടിയാണ് കേട്ടത്. ആനേനെ തൊടാനൊക്കെ ഉള്ളൊരു അവസരമാണ്. അപ്പോൾ നമ്മളിത് എല്ലാവരും ഇത് ഒക്കെ നോക്കി നിൽക്കാൻ കേട്ടോ. ആനയൂട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ നേരം കണ്ടിരുന്നു. അപ്പോൾ ആനേനെ ആകെയല്ല വെള്ള മുണ്ടുകൊണ്ട് തോളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂ കൊണ്ടൊക്കെ പൂമാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് നമ്മൾ പ്രസാദം വാങ്ങി നമ്മൾ ഇലയിൽ രക്തപുഷ്പാഞ്ജലി പ്രസാദം കേട്ടോ നമ്മളെന്നും കഴിക്കുക. അതാകുമ്പോൾ നാളികേരമൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് അത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെന്നും പോകുമ്പോൾ നമ്മൾ ആ വഴിപാട് എന്തായാലും കഴിക്കും. പായസം കഴിക്കാത്തപ്പോൾ നമ്മളിത് കഴിച്ചാൽ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രസാദം, കഴിക്കുന്ന പ്രസാദം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ രക്തപുഷ്പാഞ്ജലി ആയിട്ട് എപ്പോഴും കഴിക്കുക. അപ്പോൾ ഇന്നും അതേപോലെ കഴിച്ചു. ഇനി ഇവിടുത്തെ രാവിലെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്പലത്തിലെ ദേവീൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ പ്രസാദം കഴിക്കാനുള്ള സ്ഥലം ഇവിടെയാണ് കേട്ടോ, ഊട്ടുപുരം എവിടെയാണ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് രാവിലത്തെ. അപ്പോൾ നമ്മൾ പോയിട്ട് ഓരോ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വാങ്ങാറാണ് പതിവ്. അപ്പോൾ അതേപോലെ ഇന്നും നമ്മളിതാ പ്ലേറ്റൊക്കെ എടുത്ത് വരി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഉപ്പുമാവും കട്ടൻ കാപ്പിയും വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ ഇതൊക്കെ വാങ്ങി കഴിച്ചു. എന്നിട്ട് നമ്മളിതാ മടങ്ങുകയാണ് കേട്ടോ. മടങ്ങി പോരുമ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പ്രസാദമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ അപ്പോഴും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പിന്നെ ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഒഴിവാണ്. അതുകൊണ്ട് തന്നെ ഭക്തർ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഇതാണ് കേട്ടോ, നേരെയുള്ള വഴിയാണിത്. നമ്മൾ ഇതിലൂടെയാണ് കേട്ടോ നമ്മൾ
ആ പാടത്തിലൂടെയാണ് നമ്മൾ കുടവരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതൊക്കെ കണ്ട് നമ്മളിതാ പോരുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ അതാ നമ്മൾ ഓട്ടോ ഒക്കെ ഇറങ്ങിയതാ നടന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.